ഹലോ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ടു അതിനാലോ. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ ആദ്യം വിചാരിച്ച അമ്പലത്തിൽ പോകണ്ടാന്ന്, പിന്നെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ഇത് അപ്പോഴാണ് സവാനേന്റെ ഒരു പാക്കറ്റ് വന്നിരിക്കുന്നത്. ഞാൻ അത് ഓപ്പൺ ആക്കാൻ എടുത്തു വെച്ച് കാറിലോട്ട് എടുത്തെന്ന് കാണാൻ വേണ്ടിട്ട് എന്തൊക്കെയല്ലേ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇപ്പൊ അപ്പം തന്നെ എടുത്തിട്ട് ആദ്യം നമ്മൾ കൃഷ്ണന്റെ അമ്പലത്തിലാണ് പോകുന്നത്. അതൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. അവിടെ പോയിട്ട് അവിടെ പാൽപ്പായസം ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മളൊരു കാട്ടിലുള്ള ഒരു അമ്പലത്തിലാണ് ഇനി പോകാൻ പോകുന്നത്. കല്ലേലിൽ അമ്പലം എന്നാ പറയുന്നത്. രാവിലെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്ന ഈ കല്ലേലി അമ്പലത്തിൽ പോകുന്നതിന്റെ വഴിയല്ല ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ റോഡിൽ അഴിച്ചിട്ടേക്കാണ്. ഫുള്ള് കാട്ടിലൂടെ പോണ ഒരു ഫീല് ഭയങ്കര പീസ്ഫുൾ ആണ്. ഭയങ്കര രസമുണ്ട്. ഒരു ട്രിപ്പ് മൂടും വരുന്നുണ്ട്. അമ്പലത്തിൽ പോകാൻ തോന്നേയില്ല. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് അമ്പലം. ആ അമ്പലത്തിനകത്ത് നിറച്ച് കുരങ്ങും എല്ലാം ആണ്. അവിടുത്തെ പ്രസാദമാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആണ് കിട്ടുന്നത്. അത് ഈ കാച്ചിലൊക്കെ വറുത്ത പോലത്തെ സാധനവും പിന്നെ വാട്ടർമെലണും അങ്ങനത്തെ കുറെ ഫ്രൂട്ട്സ്. കുരങ്ങ് നല്ല ശല്യമായിരുന്നു. കാരണം മണ്ടയിലൊക്കെ കയറി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്നതിന്റെ കടേന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തുണിക്കട ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി തുണിയൊക്കെ നോക്കി. അവിടെ 2-3 എടുത്തു. ഈ ഡ്രസ്സാണ് ഞാൻ ഇന്നിട്ടത്. ആ പാവാടയും ബ്ലൗസും പിങ്ക് കളർ.